അത്തം ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മറ്റേ സ്ഥലത്തും നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും എല്ലാ സ്ഥലത്തും എല്ലാ ഗ്രാമങ്ങളിലും പൂക്കൾ കൊണ്ട് എല്ലാ വീടുകളിലും അതുപോലെ തന്നെ അമ്പലങ്ങളിലൊക്കെ ഉത്സവത്തിന്റെ ഒരു പ്രതീതിയായി. ഇന്ന് എത്രാം തീയതി? 16-ാം തീയതി ഞായറാഴ്ച. ഇന്ന് തൊട്ടാണ് നമ്മുടെ കേരളത്തിൽ പൂക്കളിടുന്നത്. ഓണം അറിയാലോ, അത്തം 10-ന് തിരുവോണം എന്നാണ്. 10 തൊട്ട് 10 വരെ 10 ദിവസം പൂക്കളിടും. അപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ളത് ഗുരുവായൂർ അമ്പലത്തിലേക്കാണ്. ഗുരുവായൂർ അമ്പലത്തിന്റെ അവിടെ ഒരു പൂക്കളുണ്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അത് എല്ലാ വർഷവും ഇടാറുള്ളതാണ്. അത്തം തുടങ്ങിയിട്ടാണ് ഇടുക. അപ്പൊ ഇന്ന് അത്താണ്. അപ്പൊ നമുക്ക് എന്തായാലും ആ കാഴ്ചകളൊക്കെ കാണാം. ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണത്തിന്റെ ആയതുകൊണ്ട് അത്തം മുതൽ എല്ലാ വീടുകളിലും പൂക്കളിടാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ പൂക്കടകള് എല്ലാ സ്ഥലത്തും. അതെ, ഗുരുവായൂർ എല്ലായിടത്തും പൂക്കളോട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പൂക്കടകള് അതായത് ഇതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പലതരം പൂക്കള്, പലതരം കളറിലുള്ള പൂക്കള്. പിന്നെ നമ്മുടെ കേരളത്തിൽ കുറച്ച് സ്ഥലങ്ങളിൽ മറ്റേ പൂക്കൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ ജമന്തി പൂവ് അങ്ങനെയുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ 1-2 സ്ഥലത്ത് കണ്ടു പൂക്കൃഷി നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കിനി അമ്പലത്തിനകത്ത് പോകാം, കാഴ്ച കാണാം. അങ്ങനെ നമ്മള് ഗുരുവായൂർ ഇറങ്ങിയതൊക്കെയാണ് നമ്മൾ കണ്ട പൂക്കൾ എന്ന് പറഞ്ഞാൽ ഭംഗിയുണ്ട് കാണാനായിട്ടല്ലേ. ഫസ്റ്റത്തെ പൂക്കളാണ് ഗുരുവായൂരത്തെ ഫസ്റ്റത്തെ പൂക്കളാണ് നമ്മൾ കണ്ടത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ നിന്ന് വന്നിട്ട്. ഇഷ്ടംപോലെ ആൾക്കാർ. ഒന്ന് സ്വാമിമാരൊക്കെ വന്നിട്ടുണ്ട്. അതെ അതെ, അതെ. അത് മാത്രല്ല, പിന്നെ കൊറേ കല്യാണം, അത് മാത്രം അത്യാവശ്യം കല്യാണം വന്നിട്ടുണ്ട് ഗുരുവായൂര്. പിന്നെ അത് മാത്രല്ല, നമുക്ക് ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ എപ്പോഴും അറിയാം, എപ്പോഴും അരങ്ങേറ്റം ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ ഡാൻസ് ചാനലൊക്കെയാണ്. കാരണം അവര് കൊറേ ഉണ്ട്. ഇന്ന് തന്നെ ഞങ്ങളെന്നെ അമ്പലത്തിനായിട്ട് കയറുമ്പോ തന്നെ കുറെ പേര് ഫോട്ടോ എടുക്കണ്ടായിരുന്നു. കാരണം അത്ര ഡാൻസ് കളിക്കുക. 2 സ്റ്റേജിൽ, ഒരു സ്റ്റേജിൽ നമ്മുടെ മേൽപ്പത്തെ ഒരു സ്റ്റേജിൽ ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ ഗുരുവായൂരത്തിന് ഒടിച്ചോടത്തിൽ എന്താ പ്രഭാഷണം, അതായത് കർക്കിടക മാസം ഇന്നുകൂടി ഉണ്ട്. നാളെ എന്താ പറയുക, പിന്നെ അറിയാലോ ചിങ്ങമാസം എന്ന് പറഞ്ഞാൽ കല്യാണങ്ങളുടെ മാസമായി. ചിങ്ങമാസത്തിൽ ഭയങ്കര ഒത്തിരി കല്യാണം, 100-400 കല്യാണങ്ങൾ ഓൾറെഡി ബുക്കിംഗ് കടന്നു കടന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയാണ്, എന്തായാലും എത്ര കല്യാണം പറഞ്ഞറിയോ, ഒരു മണ്ട കൂടി വേണമെന്നാ, ആളുടെ വഴിയില്ല. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ പഴയടത്തിന് അങ്ങോട്ട് വന്നു. അതായത് നമ്മുടെ പാഞ്ചേന്യം ആ ഭാഗത്ത് അറിയില്ലേ, പഴയടം. അപ്പൊ അവിടേക്ക് വന്നപ്പോണ്ട് ഇവിടെയും പൂക്കളിട്ടുണ്ട്. ഇവിടെ അതായത് പഴയടം അതിൽ പൂക്കളിട്ടുണ്ട് ഇവിടെ. കാരണം ഇപ്പൊ അത്ഭുതം എന്ന് പറയാനില്ല. കാരണം എന്താ വെച്ചാൽ അത്തം എല്ലാ വീടുകളിലും ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് പൂക്കളം. ഓണം വരെ എല്ലാവരും. കാരണം അച്ഛൻ എന്നെ കുറച്ചു മുന്നേ പറഞ്ഞായിരുന്നു, ഇവിടെ മുന്നേ വീഴുന്ന കടകളുടെ മുന്നിൽ പൂക്കളിടുക. ഇപ്പൊ സ്ഥലമില്ല, കേറാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ തിരക്കൊക്കെ അതിനാണ് പൂക്കടാത് തോന്നുന്നുണ്ട്, അറിയില്ല. ചോദിക്കേണ്ടി വരും. അതുകൊണ്ടാവാൻ ചിലപ്പം. പക്ഷെ നമ്മൾ ഇവിടെ സ്പേസ് ഉണ്ടല്ലോ, ഇവിടെ വണ്ടി പാർക്ക് തൊട്ട് കുറേ സ്പേസ് ഉണ്ട്. അവിടെ പൂക്കളുണ്ട്. നമുക്ക് കാണിച്ചില്ല അല്ല, ഇതാണ് ആ പൂക്കൾ എന്ന് പറഞ്ഞിട്ട്. നല്ല കൊള്ളാലേ, ആവശ്യത്തിന് നല്ല വലിപ്പുണ്ട്. ഇത് ആരാണോ ഡിസൈൻ ചെയ്തത്, കൊള്ളുന്നില്ലേ? അതെ, എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പൊ ഓണത്തിന്റെ വീഡിയോകൾ ഇനിയും വരാൻ കിടക്കുന്നേയുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ അമ്പലത്തിന്റെ മുന്നിൽ ഇപ്പൊ നമ്മള് അത്തത്തിന്റെ ഫസ്റ്റ് വീഡിയോ ആണത്, മറ്റേ ഫസ്റ്റ് പൂക്കളം. ഇനി അത്തം 2, 3, 4 അങ്ങനെ 10 വരെ, തിരുവോണം വരെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള പൂക്കളുണ്ട് ഇവിടെ. അതൊക്കെ കാണാൻ കേട്ടോ. അപ്പൊ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പൊ എല്ലാ വീഡിയോസും കൃത്യമായിട്ട് എത്തും നിങ്ങൾക്ക് കേട്ടാ. അത് മാത്രമല്ല, ഇന്ന് തന്നെ അത്തം 1-ാം തീയതി. ഇനി അത്തം 10 ദിവസം ഉണ്ട്. ഇന്ന് അത്തച്ചമയം കൂടി നമുക്ക് പോകാൻ പറ്റില്ലെന്ന് ആലോചിക്കുമ്പോഴ കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം അത്തച്ചമയം നമ്മൾ പിടിക്കും, തൃപ്പൂണിത്തറ പിടിക്കും. അപ്പൊ ഇനി വരാൻ നമ്മളെ നാളെ നമ്മുടെ ചിങ്ങം അതായത് മഞ്ഞുകാലത്തറ മേളണം. അപ്പൊ നമ്മൾ കത്തിച്ചു വിടും, കണ്ടോ അല്ലെ? നാളെ നമുക്ക് ഒന്നുകൂടി കാണാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.